എപ്പിസോഡിന്റെ തുടക്കത്തില് നാഗട്ടോ അവൻ ആദ്യമായി ലീഫ് വില്ലേജിലെ ലെജൻഡറി സെനിയൻസിനെ ആദ്യമായി കണ്ട കാര്യം അതോർത്തെടുക്കും. യായിക്കോ നൈസായിട്ട് ഇപ്പൊ മാമനോട് ഫുഡ് ചോദിക്കും. നാഗട്ടോയ്ക്കാണെങ്കില് ലീഫ് വില്ലേജിന്റെ സിമ്പല് അത് കാണുമ്പോ തന്നെ അവൻ പേടിച്ച് വിറയ്ക്കാൻ തുടങ്ങും. കാരണം അവന്റെ പപ്പയും അമ്മയെ കൊന്നത് അത് ലീഫ് വില്ലേജിലെ നിഞ്ചകളാണ്. അപ്പൊ കോനോ പെണ്ണ് അവള് പേപ്പർ വെച്ച് പൂവുണ്ടാക്കി അത് ഹൊക്കാഗെ ആന്റിക്ക് കൊടുക്കും. അത് കണ്ട് ഒറോച്ചിമാറു പറയും, നമുക്കിപ്പൊ തന്നെ ഈ 3 പിള്ളേരെയും ഇവിടെ വെച്ച് കൊന്നു തള്ളാം. ഇവർ ഓർഫൻസ് ആണ്, ഭാവിയില് ഇവര് വലിയ തലവേദനയാവാൻ ചാൻസ് ഉണ്ട്. അതിനും മാമൻ ടെൻഷനാവും. നിർത്തിനടാ നീ, ഒന്നും അറിയാത്ത ഈ പിഞ്ചു കുഞ്ഞുങ്ങളെപ്പോലും കൊല്ലാനാണ് നീ ശ്രമിക്കുന്നത്. നിങ്ങൾ 2 പേരും ഇവിടെ നിന്ന് ഇപ്പൊ തന്നെ പോണം. ഞാനിനി ഈ കുട്ടികളുടെ കൂടെയാണ് ജീവിക്കാൻ പോകുന്നത്. അന്നു മുതൽ മാമൻ അവരുടെ കൂടെ നിന്ന് അവർക്ക് ട്രെയിനിങ് കൊടുത്ത് അവരെ ഒരുപാട് സ്നേഹിച്ചു. പക്ഷെ നാഗട്ടോയ്ക്ക് മാത്രം മാമനോട് യാതൊരു അറ്റാച്ച്മെന്റും തോന്നിയില്ല. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്താ ഇപ്പൊ പ്രസന്റില് നാഗട്ടോ പറയും, പിന്നീട് ഞങ്ങള് വളരെ ഹാപ്പി ആയിട്ടാണ് കഴിഞ്ഞു വന്നത്. പക്ഷെ അപ്പോഴാണ് ഞങ്ങളുടെ ജീവിതത്തില് വലിയൊരു ട്വിസ്റ്റ് ഉണ്ടായത്. കട്ട് ചെയ്ത വീണ്ടും ഫ്ലാഷ് ബാക്കില് യായിക്കോയെ ഏതോ ഒരു നിഞ്ച കൊല്ലാനായിട്ട് ശ്രമിക്കും. അത് കണ്ട നാഗട്ടോയ്ക്ക് കാലി കയറി അവന്റെ പവർ ഉപയോഗിച്ച് ആ നിഞ്ചയെ തല്ലിക്കൊല്ലും. അതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് എനിക്കിപ്പോഴും ഓർമ്മയില്ല. പക്ഷെ അന്ന് ആദ്യമായിട്ടാണ് എന്റെ റെനീങ്ക കണ്ണ് അത് മറ്റുള്ളവർ കണ്ടത്. മാമൻ അത് തിരിച്ചറിഞ്ഞ് പിന്നീട് ഞങ്ങൾക്ക് നെഞ്ചിപ്സു പ്രാക്ടീസ് തരാൻ തുടങ്ങി. അദ്ദേഹം ആക്ച്വലി ഞങ്ങൾക്ക് നെഞ്ചിപ്സു അത് പഠിപ്പിച്ചു തന്നത് സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടി മാത്രമാണ്. അതുമാത്രമല്ല, എന്റെ റെനീങ്ക കണ്ണ് അതിനെ കൺട്രോൾ ചെയ്യാനും അദ്ദേഹം ട്രെയിനിങ് തന്നിരുന്നു. പക്ഷെ ഞാൻ ഓൾറെഡി ആ ഒരു കണ്ണുപയോഗിച്ചുകൊണ്ട് ഓൾറെഡി 3 പേരെ കൊന്നതുകൊണ്ട് തന്നെ എന്റെ മനസ്സിൽ ഒരു ഗിൽറ്റി ഫീല് എപ്പോഴും ഉണ്ടായിരുന്നു. അത് തിരിച്ചറിഞ്ഞ മാമൻ എന്നെ ഒരുപാട് തവണ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. നാഗട്ടോ അവൻ ഒരുപാട് വിഷമത്തിൽ പറയും, എനിക്ക് അറിയാതെ പറ്റിപ്പോയതാണ്. എനിക്കിപ്പോ പേടിയാവുന്നു എന്റെ കണ്ണിനെ അതിനെ നിയന്ത്രിക്കാൻ എന്നെ കൊണ്ട് കഴിയുമോ എന്ന്. അതിന് മാമൻ പറയും, അത് കുഴപ്പമില്ല, നീ കൊന്നത് ബാഡ് ആയിട്ടുള്ള ആളുകളെ അല്ലേ. മാത്രമല്ല യായിക്കോ അവനിപ്പോ ജീവനോട് കൂടി ഇരിക്കാൻ കാരണം അത് നീ ഒറ്റ ഒരാൾ കാരണമാണ്, അതുകൊണ്ട് കുഴപ്പമില്ലാട്ടോ എന്ന് പറഞ്ഞ് മാമൻ അവനെ ആശ്വസിപ്പിക്കും. പിന്നീടാണ് ഞാൻ പതിയെ പതിയെ മാമനെ ബഹുമാനിക്കാനും ആക്സെപ്റ്റ് ചെയ്യാനും തുടങ്ങിയത്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ പ്രസന്റില് നാഗട്ടോ പറയും, മറ്റുള്ളവരുടെ ഫീലിങ്സ് മനസ്സിലാക്കി അവർക്ക് വേണ്ടി ജീവിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ മനസ്സ് അത് നല്ലതാണ്. മാത്രമല്ല നമ്മുടെ ഫീലിങ്സും നല്ലത് മാത്രമായിരിക്കും. അവസാനമായിട്ട് മാമൻ നിന്നോട് ചോദിച്ച അതേ ചോദ്യം തന്നെയാണ് ഞങ്ങളോടും ചോദിച്ചത്. ഈ ലോകത്തിന് സമാധാനം തിരികെ കൊണ്ടുവരണം. പക്ഷെ ഒരിക്കലും വെറുപ്പ് മൂലമായിരിക്കരുത് ആ ഒരു സമാധാനം അത് പുനഃസ്ഥാപിക്കാൻ. നറൂട്ടോ, നിന്റെ കയ്യിലും അതിനുള്ള ഉത്തരം അതില്ല എന്നെനിക്കറിയാം. കട്ട് ചെയ്ത വീണ്ടും ഫ്ലാഷ് ബാക്കില് നാഗുട്ടോ അവൻ മാമനോട് ചോദിക്കും, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ലോകം മുഴുവൻ ചുറ്റി നടക്കുന്നത്? അതിനും മാമൻ പറഞ്ഞത്, ലോകത്തിലെ സമാധാനം അത് സൃഷ്ടിക്കാനാണ് ഞാൻ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുന്നത്. പിന്നീട് നീണ്ട 3 വർഷത്തിന് ശേഷം ഞങ്ങൾ ട്രെയിനിങ് പൂർത്തിയാക്കി. മാമന്റെ അവസാന ദിവസങ്ങളിൽ മാമൻ എന്നോട് തനിച്ചായി ചില പ്രത്യേക കാര്യങ്ങൾ പറഞ്ഞു. വർഷങ്ങൾക്ക് മുൻപ് ഇതിലും വലിയൊരു വാറ് ഒരുപാട് ദിവസങ്ങള് നീണ്ടു നിന്നു. ആ ഒരു വാറ് തടഞ്ഞ് അന്ന് സമാധാനം പുനഃസ്ഥാപിച്ചത് ഒരു മോങ്കാണ്. അദ്ദേഹമാണ് ജിപ്സുവും ചക്ര പവറും എല്ലാം ഇവിടേക്ക് കൊണ്ടുവന്നത്. മാങ്കാണ് സേജ് ഓഫ് 6 പാത്ത്. അദ്ദേഹത്തിനും നിന്നെപ്പോലെ റെനീങ്കം കണ്ണുണ്ട്. ഒരു കാലത്ത് അദ്ദേഹമാണ് സമാധാനവും സന്തോഷവും ലോകത്തിലേക്ക് കൊണ്ടുവന്നത്. ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരും പരസ്പരം മനസ്സിലാക്കി സമാധാനം അതുറപ്പായിട്ടും ഈ ലോകത്തുണ്ടാവും. അതിനുവേണ്ടിയാണ് ഞാനും കാത്തിരിക്കുന്നത്. മാമൻ അവസാനമായിട്ട് പറയും, നാഗട്ടോ, നിന്നെ കാണുമ്പോ സേജ് ഓഫ് 6th പാത്തിനെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അതുകൊണ്ട് ഉറപ്പായിട്ടും നീ തന്നെ ഈ ലോകത്തിൽ സമാധാനം അത് പുനഃസ്ഥാപിക്കണം. കട്ട് ചെയ്ത നാഗട്ടോ അവൻ പറയും, എന്റെ മാസ്റ്ററിന് കൊടുത്ത വാക്ക് അതെനിക്ക് പാലിക്കണം. സോ അന്നു മുതല് ഞങ്ങൾ അതിനുവേണ്ടി ശ്രമിച്ചു. വലിയൊരു ടീം തന്നെ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തു. ഞങ്ങൾ എല്ലാവരും ചേർന്ന് സമാധാനം അത് തിരികെ പിടിക്കാൻ ശ്രമിച്ചു. പക്ഷെ ആ സമയത്താണ് 3 ഗ്രേറ്റ് നേഷൻസ് അവര് തമ്മിലുള്ള ഒരു ബ്രഹ്മാണ്ഡ യുദ്ധം തന്നെ ആ കാലത്തിൽ നടന്നിരുന്നത്. സ്റ്റോൺ വില്ലേജ്, ലീഫ് വില്ലേജ്, സാൻഡ് വില്ലേജ്, ഈ 3 വില്ലേജും ചേർന്നാണ് അന്നത്തെ യുദ്ധം അത് നടത്തിയിരുന്നത്. അപ്പൊ അതേ സമയത്ത് തന്നെയാണ് ഞങ്ങൾ ഹാൻസോയ് ചെന്ന് കണ്ട് ഞങ്ങളുടെ ടീമിനെ കുറിച്ചും ഞങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ചും അദ്ദേഹത്തെ പറഞ്ഞു ധരിപ്പിച്ചത്. പക്ഷെ ആ ഒരു മീറ്റിംഗിന്റെ പിന്നില് വലിയൊരു ചതി ഉണ്ടായിരുന്നു. ആ ഒരു ചതി അത് ഞങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല.
അന്നാണ് ഞങ്ങളെപ്പോലും നടുക്കി ആ ഒരു സംഭവം ഉണ്ടായത്. ഞങ്ങളുടെ യായിക്കോ അവൻ അവിടെ വെച്ച് കൊല്ലപ്പെട്ടു. കട്ട് ചെയ്ത കുട്ടപ്പൻ അത് കേട്ട് ഷോക്കാവും. അതിനാവും പറയും, അതെ, അതെല്ലാം തന്നെ ഹാൻസോയുടെ ഒരു ട്രാപ്പായിരുന്നു. ഹാൻസോ കരുതിയത് ഞങ്ങൾ അവന്റെ പവർ തട്ടിയെടുക്കാൻ അവിടേക്ക് വന്നെന്നാണ്. അവര് കോണോനെ പിടിച്ചു വെച്ച് അവളുടെ കൈ കെട്ടിയിട്ട് അവളുടെ കഴുത്തില് കത്തിവെച്ച് ഭീഷണിപ്പെടുത്തി. ഹാൻസോയുടെ കൂടെ തന്നെ അവരെ സഹായിക്കാൻ അൻപു ബ്ലാക്ക് ഓപ്സിലെ ടാൻസോയും ഉണ്ടായിരുന്നു. അവര് കോണോനെ പിടിച്ചു വെച്ച് ഞങ്ങളെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. ഞാനും യായിക്കോയും ഞങ്ങൾ രണ്ടുപേരും നിസ്സഹായരായി അവരുടെ മുൻപിൽ ഒറ്റപ്പെട്ടു നിന്നു. ആക്ച്വലി ഡാൻസോടെ അവന്റെയും അവന് ലീഫ് വില്ലേജിലെ ഹൊക്കാഗെയായി തീരണം എന്നായിരുന്നു. അതിന് ഹാൻസോ അവനെ ഹെൽപ്പ് ചെയ്യാം എന്ന് വാക്ക് കൊടുത്തിരുന്നു. ഹാൻസോ ഒരു കത്തിയെടുത്ത് നാഗട്ടോയ്ക്കും യായിക്കോയ്ക്കും മുൻപിലേക്ക് വലിച്ചെറിയും. ഹാൻസോ പറയും, നിങ്ങളുടെ ഓർഗനൈസേഷൻ അത് ശരിയല്ല. ഈ ഓർഗനൈസേഷന്റെ ലീഡർ യായിക്കോ, അവൻ ഇവിടെ വെച്ച് മരിക്കണം. അവന്റെ ജീവനില്ലാത്ത ശരീരം അത് ഞങ്ങൾക്ക് കാണണം. അതുകൊണ്ട് ആ കത്തിയെടുത്ത് സ്വയം കുത്തി മരിക്കാനായിട്ട് അവൻ യായിക്കോയോട് പറയും. അത് കേട്ട് കോണോൻ അവള് പേടിച്ച് വിളിച്ചു പറയും, യായിക്കോ ഓടിക്കോ, അല്ലെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ രണ്ടുപേരെയും ഇവൻ കൊന്നുകളയും. യായിക്കോ നാഗുട്ടയോട് പറയും, ആ കത്തിയെടുത്ത് എന്നെ കുത്ത്. ഞാൻ മരിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ടും അവര് കോണോനെ അവളെ കൊന്നു തള്ളും. അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല. സോ ദയവ് ചെയ്ത് ആ കത്തിയെടുത്ത് എന്നെ കുത്ത്. നാഗുട്ടോ ഷോക്കായിട്ട് അവൻ ആ കത്തി അതിപ്പോ കയ്യിലെടുക്കും. അതുകണ്ട് കോണോൻ അവള് കരയാണ്. അപ്പൊ യായിക്കോ അവൻ ഓടി വന്ന് നാഗുട്ടോയുടെ കയ്യിലുള്ള കത്തിയിലേക്ക് പാഞ്ഞടുക്കും. കത്തി കുത്തിക്കയറി ചോര തുളുമ്പി അവൻ അങ്ങനെ താഴേക്ക് വീഴും. അത് കണ്ട് കോണോൻ നോ എന്ന് പറഞ്ഞ് അലറിക്കാറും. നാഗുട്ടോ ഷോക്കായിട്ട് ഇപ്പൊ യായിക്കോയുടെ ഡ്രീം അതിനെക്കുറിച്ച് ചിന്തിക്കും. അത് കണ്ട് ഹാൻസോ അവൻ വിളിച്ചു പറയും, ആ നാഗട്ടോ അവനെ കൂടെ തല്ലിക്കൊല്ലാനായിട്ട് അവന്റെ ശിങ്കിടികളോട് വിളിച്ചു പറയും. ഉടനെ ഒരുപാട് കത്തികള് ഇപ്പൊ നാഗട്ടോയ്ക്ക് നേരെ പാഞ്ഞടുക്കും. നാഗട്ടോ തലയുയർത്തി അവന്റെ റെനീങ്കം കണ്ണുവെച്ച് അവനൊരു കവചം തീർത്ത് അവനെ തന്നെ ഇപ്പൊ പ്രൊട്ടക്ട് ചെയ്യും. അത് കണ്ട് ചുറ്റുമുള്ളവരെല്ലാവരും ഷോക്കാവും. ഇവനെ കൊണ്ടെങ്ങനെ ഈ പവർ അത് ഉപയോഗിക്കാൻ കഴിഞ്ഞു? നാഗട്ടോ ഹൈ സ്പീഡിൽ ഓടി ഇപ്പൊ കോണോന്റെ തൊട്ടടുത്തെത്തും. അത് കണ്ട് ഹാൻസോ അവൻ ഒരുപാട് പേപ്പർ ബോംബ് ഇപ്പൊ വലിച്ചെറിയും. പക്ഷെ നാഗട്ടോ അവൻ അവരെ എല്ലാവരെയും വെട്ടിത്തിരിപ്പിച്ച് കോണോനുമായിട്ട് ഇപ്പൊ അവിടുന്ന് ഓടി രക്ഷപ്പെടും. കോണോൻ ചോദിക്കും, നീ എന്താ ചെയ്തേ? നിനക്കെന്താ പറ്റിയേ? അതിന് നാഗട്ടോ അവൻ കോണോനോട് പറയും, നീ എത്രയും പെട്ടെന്ന് യായിക്കോയുമായിട്ട് ഇവിടുന്ന് രക്ഷപ്പെടണം. ഇവരുടെ കാര്യം അത് ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞ് അവൻ വീണ്ടും ഇപ്പൊ തിരികെ വരും. നാഗട്ടോ ചാടി വീണ് അവന്റെ ഒരു മോൺസ്റ്റർ പവർ ഉപയോഗിച്ച് ചുറ്റുമുള്ള നിഞ്ചകളെ എല്ലാവരെയും ഇപ്പൊ അടിച്ചു തെറിപ്പിക്കും. നാഗട്ടോ ഒരു റാഡ് ഉപയോഗിച്ച് ആ ഒരു മോൺസ്റ്ററില് അവനെ കണക്ട് ചെയ്യും. നാഗട്ടോ ഉടനെ അവന്റെ ഫുൾ പവർ ഉപയോഗിച്ച് സോളിനെ അബ്സോർബ് ചെയ്യുന്ന ഒരു ഡ്രാഗണെ തന്നെ അവിടെ ക്രിയേറ്റ് ചെയ്യും. ഹാൻസോ ഒരു സെക്കൻഡ് ഫ്രീസ് ആയിട്ട് അവൻ അങ്ങനെ നോക്കി നിൽക്കും. അപ്പൊ അതേ സമയത്ത് ആ ഡ്രാഗൺ അത് ഹാൻസോയുടെ തൊട്ടടുത്തെത്തും. നാഗട്ടോ ഡ്രാഗൺ ഉപയോഗിച്ച് ഇപ്പൊ ഹാൻസോയെ പിടിക്കാൻ ശ്രമിക്കും. പക്ഷെ അപ്പോഴേക്കും അവൻ ഇപ്പൊ ടെലിപ്പോർട്ടേഷൻ ജിപ്സ് ഉപയോഗിച്ച് അവിടുന്ന് രക്ഷപ്പെടും. നാഗട്ടോ അവൻ അലറിക്കാറും, ഇനി മുതൽ ഈ ഒരു ഓർഗനൈസേഷന്റെ ലീഡർ അത് ഞാനാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ പ്രസന്റില് നാഗട്ടോ പറയും, നാഗട്ടോ കുട്ടപ്പനോട് പറയും, യായിക്കോടെ ഡ്രീം അതിപ്പോ എന്റെ ഡ്രീമാണ്. എന്നിലൂടെ ഞാനത് സാക്ഷാത്കരിക്കും. ഈ ലോകത്തിന്റെ ദൈവം അതുറപ്പായിട്ടും ഭാവിയില് ഞാൻ മാത്രമായിരിക്കും. അത് കേട്ട് കുട്ടപ്പൻ ഇപ്പൊ ശ്വാസം വലിച്ചു വിട്ട് എന്താ പറയണ്ടെന്ന് അറിയാതെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.